സേവേറിയസ് തിരുമേനിയുടെ സസ്പെൻഷന് ശേഷം നമ്മുടെ സമുദായത്തിലുണ്ടായ ഒരു പുതിയ പ്രതിഭാസമാണ്. സസ്പെൻഡ് ചെയ്താലും എല്ലാവരും അദ്ദേഹത്തെ ചേർത്ത് നിർത്തണമെന്ന് കുറച്ച് ആൾക്കാരങ്ങ് വാശി പിടിക്കുക. ചേർത്ത് നിർത്തണമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് വ്യക്തിപരമായ ആർക്കും വിദ്വേഷോപണക്കോ വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ പരിശുദ്ധ സുറിയാനി സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ശുശ്രൂഷയുടെ ഭാഗമാകാൻ അദ്ദേഹത്തിന് നിലവിലുള്ള സാഹചര്യത്തിൽ യോഗ്യതയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സഹകരിപ്പിക്കാൻ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ ആർക്കും തന്നെ സാധിക്കുകയില്ല. ഇത് ഈ തിരിച്ചറിവുള്ളവരൊക്കെ തന്നെയാണ് ആ സസ്പെൻഷൻ ക്ഷണിച്ചു വരുത്താൻ ഉപോത്ബലകമായ കാര്യങ്ങൾ മുഴുവൻ ചെയ്തു കൂട്ടുകയും ഫൈനലി അത് സസ്പെൻഷനിലേക്ക് കൊണ്ട് എത്തിക്കുകയും ഒക്കെ ചെയ്തത്. ഇതൊക്കെ നടക്കുന്നതിന് മുമ്പേ അറിയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതായിരിക്കും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളതൊക്കെ കൃത്യമാണ്. കാരണം ഒരു വീഡിയോ കോൺഫറൻസിന് വിളിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നാട്ടിൽ മലങ്കരയിലെ സുനോദോസ് അതിന് മുമ്പ് അടിയന്തരമായി കൂടുന്നു, ഇവരെ അവിടെ വിളിച്ച് വരുത്തുന്നു. അപ്പം ഇതിൽ നിന്നെല്ലാം എല്ലാവർക്കും എല്ലാം വ്യക്തമായിരുന്നു. എന്നിട്ടും അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം മുഴുവൻ ഇവിടെ കളവൊരുക്കി കൊടുത്തു, സസ്പെൻഷൻ മേടിച്ചു. അതിനുശേഷം സഭയിലെ മറ്റു പിതാക്കന്മാർ അവർ അർപ്പിക്കുന്ന ബലികളിലാട്ടെ, അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ യാക്കോബായ സഭയുടെ കാതോലിക്കാവ കാലം ചെയ്തപ്പം അവിടെ ചെന്ന ധൂപപ്രാർത്ഥന നടത്താൻ സമ്മതിച്ചില്ല. സേവർസിനെ മാത്രമേ ഉള്ളൂ ധൂപപ്രാർത്ഥന നടത്താൻ സമ്മതിക്കാത്ത, ബാക്കി എല്ലാവരും ധൂപപ്രാർത്ഥന നടത്തി എന്നൊക്കെ. പിന്നെ അടുത്ത ദിവസം മുതൽ പിന്നെ യാക്കോബായക്കാരെ മുഴുവൻ അടച്ച് ആക്ഷേപിക്കുന്നു. അവരെ സോഷ്യൽ മീഡിയ കൂടെ പള്ളി പറയുന്നു, ചീത്ത പറയുന്നു. അവിടെ തിരുമേനി മാത്രമേ ഉള്ളായിരുന്നു സസ്പെൻഡ് ചെയ്യപ്പെട്ട മെത്രാപ്പൊലീത്ത സുറിയാനി സഭയിൽ നിന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത്. അപ്പം അത് ശുശ്രൂഷയുടെ ഭാഗം പാടില്ല എന്നും ഇതൊക്കെ കൃത്യമായിട്ട് അറിയാം. എന്നിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അവിടെ പോവുകയും ചെയ്തു. എന്നിട്ട് അവരെ തെറിയും പറയും. ഇത് കഴിഞ്ഞിട്ട് പുതിയ കാതോലിക്ക പഴയ കാതോലിക്ക ബാബയുടെ 40-ന് പാത്രികസ്വ വന്ന ചടങ്ങിൽ പോലും സേവ്യർ തിരുമേനി വിളിക്കപ്പെട്ടില്ല. ആ ശുശ്രൂഷകളൊന്നും പങ്കാളിയായിട്ടില്ല. അതിനുശേഷം പുതിയ കാതോലിക്കാവായ ബെയ്റൂട്ടിൽ വാഴിച്ചപ്പം ബാക്കി എല്ലാ മെത്രാപ്പൊലീത്തന്മാരും യാക്കോബായ സഭയിലെയും നമ്മുടെ സമുദായത്തിലെയും ഒക്കെയും അല്ലാത്ത ഇതര സമുദായങ്ങളിലവരെ പോയപ്പോൾ പോലും സേവ്യർ തിരുമേനിക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിന് ഉടനെ അവിടെ ഉള്ളവരെയും പത്രികയും ആ സുന്നതോസിലുള്ള മറ്റു മെത്രാച്ചന്മാരെയും എല്ലാം പുലഭ്യം പറയുന്നു, പറ്റുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ആക്ഷേപിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തെ ഇപ്പം ക്ലീമിസ് തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷയിൽ സഹകരിപ്പിച്ചില്ല എന്നൊക്കെ. ഇത് ഓരോരുത്തടത്ത് പോകുമ്പോഴും സസ്പെൻഷൻ മുമ്പും ഒക്കെ ഇതിങ്ങനെ തന്നെയാണ് സസ്പെൻഷൻ കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇത് ഒരു പക്ഷേ ഇതിലും ഭീകരമായിരിക്കുന്നതിനെ എന്നുകൂടെ മനസ്സിലാക്കിയിട്ടല്ലേ ഇതൊക്കെ ചെയ്തേ. അപ്പം നമ്മൾ ഈ ബാക്കി വന്നതിന് ശേഷം മറ്റൊരു സഹകരിപ്പിക്കുന്നില്ല എന്നൊരു പരാതി പറയാതെ അത് മനസ്സിലാക്കുക. ശരിയാ, അതുകൊണ്ടാണ്. ഇനി അത് എങ്ങനെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ടല്ലേ ക്ലീമിസ് തിരുമേനി 52 വർഷക്കാലം ഈ പറയുന്ന പ്രതിസന്ധികളിലൊക്കെ ഈ സഭയും സമുദായവും എഴുന്നപ്പോഴും ചർച്ചകളിലൂടെയും അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി വഴിയും അദ്ദേഹം പ്രത്യേകിച്ച് ഇന്ന ഒരാൾ പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ, അതിനപ്പുറം ഇപ്പുറവും പറയുന്നവരാരും പറഞ്ഞാൽ കേൾക്കില്ല എന്നൊന്നും അല്ല. പുള്ളി പലരിൽ നിന്നായി അഭിപ്രായം തേടിയിട്ട് ബുദ്ധിപരമായ തീരുമാനം തിരുമേനി സെലക്ട് ചെയ്ത് ആ വഴിക്കാണ് പോകുന്നത്. പിന്നെ സമുദായവും സഭയും തിരുമേനിയുടെ വഴിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് കൃത്യമായി സമയങ്ങളിൽ അതാത് സമയങ്ങളുണ്ടായ പ്രശ്നങ്ങളെ ഏതെങ്കിലും തരത്തിലൊക്കെ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയതുകൊണ്ടാണ് ക്ലീമിസ് തിരുമേനിക്ക് ഇപ്പോൾ ഇത്രയും വലിയൊരു 52 വർഷം ഈ സമുദായത്തെ ഇത്രയും വലിയ കാറ്റിലും കൂടുതലും പെടാതെ സുരക്ഷിതമായ ഒരു തീരത്തെത്തിച്ച മെത്രാൻ എന്നുള്ള ഒരു പേരാണ് ക്ലീമിസ് തിരുമേനിക്ക്. ഇപ്പം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തെ ഒരുപാട് പള്ളി പറഞ്ഞവർ പോലും അദ്ദേഹത്തെ ഇപ്പോൾ വാഴ്ത്തിപ്പാടുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ സമുദായത്തിനുണ്ടായ ദുർഗതി അല്ലെങ്കിൽ ഇതിൻ്റെ അടിത്തറ വരെ ഇളകി. ക്ലീമിസ് തിരുമേനി ഇത്രമേൽ സുശക്തമായ ഭരണഘടന ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി തന്ന ഈ ഒരു സമുദായത്തിനെ ഇത്രമേൽ തകർക്കാൻ പറ്റും, ആരും എത്രാനായിട്ട് ഇനി വന്നാലും ഇത്രമേൽ തകർക്കാൻ പറ്റുമെന്ന് ഒരു മനുഷ്യൻ പോലും ചിന്തിച്ചില്ല. അത്രമേൽ തകർന്ന ഇരിപ്പണമായതുകൊണ്ടാണ് ക്ലീമിസ് തിരുമേനിയുടെ കൂടുതൽ പ്രസക്തി ഇപ്പം പഴയതിനെക്കാട്ടെ കൂടുതൽ കിട്ടുന്നു. ഈ 52 വർഷം ഈ മനുഷ്യൻ എങ്ങനെ ഇതിനെ ഇങ്ങനെ മേയിച്ച് ഭരിച്ചു ഇത്രയും സാമർത്ഥ്യത്തോടു കൂടി എന്ന്. അതുപോലെ സേവ്യർ തിരുമേനി ചെയ്യേണ്ടത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും വീണ്ടും അത് മൂർച്ഛിക്കാനും വഷളാകാനും ഇനി എന്ത് ചെയ്യാം എന്നുള്ള ഉപദേശങ്ങൾക്ക് ചെവി കൊടുക്കാതെ എങ്ങനെ ഈ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാം, അങ്ങനെ ഈ സസ്പെൻഷൻ എങ്ങനെ മാറാം. സസ്പെൻഷൻ മാറിക്കഴിഞ്ഞാൽ തിരുമേനി എവിടെ പോയി ഏത് ശുശ്രൂഷയ്ക്ക് നിന്നാലും
ആര് എല്ലാവരും തിരുമേനി അംഗീകരിക്കും, എല്ലാ കൂട്ടരും തിരുമേനി അംഗീകരിക്കും, ആരും തിരുമേനിയെ മാറ്റി നിർത്തത്തില്ല. പിന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കിടന്ന് പള്ളും പുലപ്പിയും പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നില്ല. അപ്പം അതിന് തയ്യാറാകുക, ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഈ സസ്പെൻഷൻ മാറ്റിയെടുക്കാനുള്ള ഒരു സാഹചര്യം തിരുമേനിയായി തന്നെ മുൻകൈ എടുത്ത് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ഇനി ഇതുപോലുള്ള ഏതെങ്കിലും ശുശ്രൂഷകളിൽ ചെല്ലുമ്പോൾ ഇത് തന്നെ ഉണ്ടാവും. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയാം, ഇനി ഏതെങ്കിലും ശുശ്രൂഷ ചെല്ലുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇത് തന്നെ ഉണ്ടാവും. അന്നേരം സോഷ്യൽ മീഡിയ കഴിയുന്ന കുറേ ആൾക്കാർ അവരെ എല്ലാം തെറി പറഞ്ഞിട്ട് കാര്യമില്ല, ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് തിരുമേനി മുൻകൈ എടുത്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി സമുദായത്തിലെയും സഭയിലെയും പല അഭിപ്രായ ഭിന്നതകളുള്ളവരെയൊക്കെയും വിളിച്ചു ചേർത്ത് അഭിപ്രായ സമന്വയം ഉണ്ടാക്കി അതുവഴി കൃത്യമായി നമ്മുടെ സമുദായത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാം. ഇനിയിപ്പോൾ ഇവൻ പറയുന്ന യാക്കോബായിലെ ഇപ്പോൾ ഈ കാതോലിക്കാവ അടുത്ത് പോലും പോകേണ്ട പ്രശ്നമില്ല. കാരണം നമ്മളിവിടെ ഒന്നായാലേ കാതോലിക്കാവ പറഞ്ഞാൽ പോലും ഏതെങ്കിലും വിധത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഇവിടെ, അതായത് ഇതിനു മുമ്പ് പലരും പറഞ്ഞു, ഒരു സെറ്റിൽമെൻറ്റ് ഇങ്ങനെയുള്ള ആൾക്കാരുമായി വിളിച്ച് ഉണ്ടാക്കി നമ്മുടെ തിരുമേനിമാരുമായിട്ട് ആദ്യം ഒന്നിരുന്ന് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി പിന്നീട് അത് ചർച്ച ചെയ്ത് അസോസിയേഷൻ വഴി ഒരു ശാശ്വതമായ പരിഹാരവും അതുവഴി സസ്പെൻഷൻ പിൻവലിക്കലും ഒക്കെ ഉണ്ടായാൽ ഇനി മുന്നോട്ടുള്ള ഈ സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യാം. ഈ സമുദായം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി കുറച്ചു കാലം, ഇനിയുള്ള കാലമെങ്കിലും 10-23 വർഷം ഈ സമുദായത്തിൻ്റെ പൂർണ്ണമായി സമുദായം നശിച്ചു. ഇനിയുള്ള കാലത്തെങ്കിലും ഈ സമുദായത്തിൻ്റെ ക്ലീമിക്സിനോടെ കാലത്തെ യശസ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകാം. അതിനൊരു തുടക്കമാകട്ടെ ക്ലീമീസ് തിരുമേനിയുടെ ഈ ശ്രാദ്ധ പെരുന്നാൾ.